ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന അച്ചിങ്ങ പയർ കിട്ടിയായിരുന്നു കുറച്ച് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഞാനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അച്ചിങ്ങ പയർ ഇതുപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു 10-12 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൈ വെച്ച് തന്നെ അങ്ങ് ഒടിച്ചതാണ് ഇത് അച്ചിങ്ങ പയർ. ഇനിയിപ്പോൾ നമുക്കത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ചു. അതിനകത്ത് ഒരു എണ്ണ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ കടുകിട്ടു. കടുക് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ മിക്ക മെഴുക്കുവരട്ടിക്കും ഉലുവ ഇടാറുണ്ട്. ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഒരുപാടൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പയറും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇടാൻ വേണമെങ്കിൽ. ഞാനങ്ങനെ ഇടാറില്ല തേങ്ങാക്കൊത്ത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിതാ അത് വഴറ്റിയിട്ട് പിന്നെ പയറും ഇട്ട് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പൊടിയും കൂടെ ചേർക്കണം. ഞാനിവിടെ ഇപ്പം നമുക്ക് പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് അത് ചേർക്കാം. അത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മറ്റേ ഉപ്പ് തീർന്നു പോയായിരുന്നു, മേടിക്കാൻ വിട്ടുപോയി. അപ്പം കല്ലുപ്പ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ 1/4 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തു. ഇതും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് ക്രഷ്ഡ് ചില്ലി ഇടാഞ്ഞത്. ക്രഷ്ഡ് ചില്ലി ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ക്രഷ്ഡ് ചില്ലി ഇവിടെ മോൾക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടത്. അത് ഇനിയിപ്പം വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇനി ഇതിപ്പം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിൽ വേണം ഇത് വേവാൻ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് അടിക്ക് പിടിക്കാതെ ചെറിയ തീ മതി, മീഡിയം ഫ്ലെയിം പോലും വേണ്ട, ചെറിയ തീ, ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ ഇത് ഇങ്ങനെ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇതാണ്ട് ഇപ്പം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായി അറിയുന്നത് ഇത് ജസ്റ്റ് അടിക്ക് പിടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂട് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. സെർവിങ് ഡിഷിലോട്ട് മാറ്റിക്കഴിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ഡിഷ്. ഇപ്പം അച്ചിങ്ങാപ്പയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇഷ്ടപ്പെടും അച്ചിങ്ങാപ്പയർ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.